ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മുട്ടക്കറി ആയാലോ? നല്ല തിക്ക് ഗ്രേവി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ച 2 സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റാം. ഇനിയും ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഉള്ളിക്കൊരു മധുരിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് അധികം ഇട്ടത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി. ഇനിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. 1 ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇനി വഴറ്റാം. ഇനിയും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ഇനി നമുക്കിച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ചാറ് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഉപ്പില്ലയെന്ന് വെച്ചാൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒരു 5 മുട്ടയാണ് പുഴുങ്ങിയത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ആ മസാല അതിൻ്റെ ഉള്ളിലേക്ക് ആവാൻ വേണ്ടിയാണ് അങ്ങനെ വരയുന്നത്. മസാലയൊക്കെ ആവും പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് മുട്ടക്കറി തയ്യാറാക്കി നോക്കണം. വെള്ളപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.